നമസ്കാരം. പണി ചോദിച്ചു മേടിക്കുക എന്നൊക്കെ പറഞ്ഞ ഇതാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ്, കേരളത്തിൽ പ്രളയം വന്ന് കുറേ പേര് മരിച്ചുവെന്ന്. പുള്ളിക്കാരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. വിവരമില്ലായ്മ ഒരു തെറ്റൊന്നുമല്ല. എന്തായാലും രാജീവ് ജി കേരളത്തിലെ ജനങ്ങളെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചതാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വിധത്തിൽ കേരളത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് പ്രാഥമികമായി അന്വേഷിക്കുക പോലും ചെയ്യാതെയാണ് കേരളത്തിൽ പ്രളയമാണെന്നൊക്കെ പറയുന്നത്. കേരളത്തിൽ മഴ പെയ്താലുടനെ പ്രളയമാണെന്നാണ് രാജീവിനെ പോലെയുള്ള മണ്ടന്മാരുടെ വിചാരം. രാജീവിൻ്റെ ഈ പരാമർശത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രതിഷേധവും പരിഹാസവുമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഇങ്ങനെയാണ്: കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ട്. പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അപകടത്തിൽപ്പെട്ടവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ആമീനും കൂടി പറഞ്ഞിരുന്നെങ്കിൽ ശുഭമായേനെ. ആ ഒരു ടോണിലായിരുന്നു പുള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കേരളത്തിലെ ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പുള്ളി 2018 സിനിമ ഈ മഴക്കാലത്തായിരിക്കും കണ്ടതെന്നാണ് തോന്നുന്നത്. ഒരുപാട് പേര് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് ഈ പറഞ്ഞ പ്രളയം പരാമർശത്തെക്കുറിച്ച് കമൻറ്റുകളും പോസ്റ്റുകളും ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. ഇപ്പോൾ കണ്ടത് 2018 സിനിമയാണ്. തെരഞ്ഞെടുപ്പ് കാലത്തല്ലാതെ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ ബോധം പോകാതെ രക്ഷപ്പെടാം എന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയും പരിഹസിച്ച് കളിയാക്കിക്കൊണ്ട് ഫേസ്ബുക്കിൽ തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റിന് മറുപടി എന്നോണം കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2018 സിനിമാ രംഗങ്ങൾ കണ്ടിട്ടാണ് ചന്ദ്രശേഖർ പ്രളയമാണെന്ന് വിചാരിച്ചതെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തിന് അത് സിനിമയാണെന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് മേയർ ആര്യ രാജേന്ദ്രനും രാജീവിന്റെ കുറിപ്പിനെ പരിഹസിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം രാജീവിന്റെ പൊടി പോലും പിന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ കണ്ടിട്ടില്ല. എടോ രാജീവ് ചന്ദ്രശേഖരൻ, താൻ ആദ്യം സ്വന്തം മണ്ഡലത്തിലെങ്കിലും കുറച്ച് നാളൊന്ന് താമസിക്കേ, എന്നിട്ട് ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും പോസ്റ്റ് ഇടേ. അതിൽ കുറച്ചെങ്കിലും അന്തസ്സുണ്ട്. ഇപ്പോൾ നിലവിൽ കേരളത്തിൽ 2 ജില്ലകളിൽ മാത്രമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപകടമായ സാഹചര്യങ്ങളൊന്നും കേരളത്തിൽ ഇല്ലാതിരിക്കെയാണ് രാജീവ് കേരളത്തിൽ പ്രളയമെന്ന് കുറിച്ച് ആളാകാൻ നോക്കിയത്. ഇത് വിവാദമാണെന്ന് മനസ്സിലാക്കിയ കേന്ദ്രമന്ത്രി നൈസായിട്ട് ആ പോസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു.